Hi all, welcome back to Beautrickz. ഞാൻ ജീനു. ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വീക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും മെൻഷൻ ചെയ്യുന്നുണ്ട്. ബ്രൈഡൽ മേക്കപ്പിന് ഞാൻ ചെയ്യാറുള്ള മേക്കപ്പ് ട്രിക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ബ്രൈഡിന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ബ്രൈഡിന്റെ ഫേസ് അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം വേണ്ടത് പ്രൈമർ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മെബിലൈൻ്റെ പ്രൈമർ ആണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്തത്. മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്തത്. മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു 1 to 2 minutes ടൈം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിക്കാണ് സെറ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ചെയ്യുക എന്നുള്ളത്. അത് വളരെ നല്ലൊരു ട്രിക്കാണ് നമ്മുടെ ബ്രൈഡിന്റെ മേക്കപ്പ് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട്. കാരണം വൈകുന്നേരം വരെ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 3 മണി വരെ മേക്കപ്പ് ഹോൾഡ് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ്, അതെല്ലാവരും നോട്ട് ചെയ്യുക. ബ്ലൂ ഹാൻഡ് മേക്കപ്പ് ഫിക്സർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൺസീലിംഗ് ആണ്. ഞാനിവിടെ കൺസീലറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മീ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കോൺട്രോൾ ക്രീമാണ്. അത് ഫെയർ സ്കിൻ ടോൺ തൊട്ട് ഡാർക്ക് സ്കിൻ ടോൺ വരെയുള്ള എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. കൂടാതെ കളർ കറക്റ്റേഴ്സും ഉണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പൊ ഈ കൺസീലറിന്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് സെറ്റ് ചെയ്തു. സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പിലേക്ക് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഹുദ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഹുദ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് എഡിഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, അതിനകത്ത് ഈ ഒരു സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയിം മെൻഷൻ ചെയ്തേക്കുന്നത് നെഫർ ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ്. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്ന കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഐലൈനറിന്റെ നെയിം ഞാൻ മെൻഷൻ ചെയ്യാം. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. പിന്നെ ഔട്ടർ കോർണറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലാക്മേ 9 to 5 ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്, കണ്ടോ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ ഐസിന് വേണ്ടി കൊടുത്തത്. അങ്ങനെ ഐസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഐബ്രോസ് ആണ്. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് മ്യൂസിക് ഫ്ലവർ ജെൽ ഐലൈനറിന്റെ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് നല്ലൊരു ജെൽ ഫോമാറ്റ്. നമുക്കിത് ഐസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം, ഐബ്രോസിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. വേറൊരു ടിപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ ബ്ലെൻഡറിൽ മേക്കപ്പ് ഫിക്സർ അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് കുറച്ചും കൂടെ നന്നായിട്ട് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് വേറൊരു ടിപ്പാണ്, അത് എല്ലാവരും നോട്ട് ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ചെയ്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ കൂടെ കുറച്ച് ഹൈലൈറ്റർ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു ഡ്യൂയി ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോയി ഫിനിഷ് ബ്രൈഡിന് കിട്ടും. ബ്രൈഡ് എന്ന് പറയുമ്പോൾ അതായത് ഐക്കൺ ഓഫ് ദി ഡേ അല്ല, അപ്പോൾ നല്ല ഗ്ലോയി ലുക്ക് ആയിരിക്കണം ഫേസ് ഫുള്ള്. മാറ്റ് ഫിനിഷിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗ്ലോയി ഫിനിഷ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്റർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിവാന കളേഴ്സ് ആണ്. ഇത് ഷെയ്ഡ് 02 ആണ്. ഇത് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഒരു മസ്റ്റ് ഹാവ് ഹൈലൈറ്റർ ആണെന്ന് തന്നെ പറയാം. കാരണം ഇതിൽ എല്ലാ സ്കിൻ ടോൺസിനും മാച്ച് ആവുന്ന ഷെയ്ഡ്സ് ഉണ്ട്. ഫെയർ ടു മീഡിയം, ഡാർക്കർ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഹൈലൈറ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി കോൺട്രോർ ആണ്. കോൺട്രോർ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച കൺസീലറിന്റെ പാലറ്റിലുള്ള ഒരു ഡാർക്കർ ഷെയ്ഡ്, ഡീപ്പസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് ഞാൻ കോൺട്രോറിനും യൂസ് ചെയ്തത്.
നെക്സ്റ്റ് ബ്ലഷ് ആണ്. ബ്ലഷിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് Maybelline കളർ ഷോ ബ്ലഷ് ആണ്. ഇത് ഷെയ്ഡ് ഫ്രഷ് കോറൽ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, പിഗ്മെന്റഡ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഓൾ കൈൻഡ്സ് ഓഫ് സ്കിൻ ടോൺസിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു ബ്ലഷ് ആണ്. അടുത്തത് ഞാൻ ഐലാഷ് ഫിക്സ് ചെയ്തു. പിന്നെ മേക്കപ്പ് ലവേഴ്സിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് ലിപ്സ്റ്റിക്കിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഒരു ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ആക്ച്വലി ഇതൊരു ഓറഞ്ചിഷ് റെഡ് ആണ്. അപ്പൊ ഇതിനൊന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ബ്രൈഡിന് അപ്ലൈ ചെയ്തത്. ഒരു ഡാർക്ക് അല്ല, ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആക്കാന്നുള്ളതായിരുന്നു ഉദ്ദേശം. ലാസ്റ്റ് ഒന്നുകൂടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡർ വെച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റെപ്സ്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആണ്. കൂടാതെ ബ്രൈഡിന്റെ ഫിനിഷ്ഡ് ലുക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.